ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. കോവിഡിനൊക്കെ മുമ്പ് തന്നെ മിനി സ്റ്റുഡിയോ വിനോദും ഞാനും ശരിക്കൊരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് അങ്ങനെ 2-3 സബ്ജക്റ്റുകളായി. പക്ഷേ പിന്നീട് നിങ്ങൾ ആ സിനിമകൾ വേറെ രീതിയിൽ കാണുകയുണ്ടായി. അത് നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിനോദും അതുപോലെ ജെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിബുവൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പിന്നെ ബാബുഭായി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ മെലിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പം നമ്മൾ സ്കൂളിൽ അങ്ങനെ പെൺകുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം പടപട വെട്ടിക്കല്. അപ്പം നമ്മളിങ്ങനെ ഒരു സ്കെൽട്ടറായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളീനെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് ഈ മസിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ അതിനുശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടുത്ത് പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹൻ. ഞങ്ങൾ കാമുകന്മാരായിട്ട് അഭിനയിച്ച സിനിമയൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ. അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു അവരുടെ ആദ്യത്തെ സിനിമയാണ്. എന്തായാലും വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ.